ഇന്ത്യയിലേക്ക് ഫാസിസം പടികയറി വരുന്നു, അതിൻ്റെ പാതി വഴി പിന്നിട്ടു എന്നുള്ളൊരു ആക്ഷേപം നിങ്ങളുടെ രണ്ട് പ്രസ്ഥാനങ്ങളും നിരന്തരം ആക്ഷേപിക്കുന്നൊരു വിഷയമാണ്. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യ എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് റഹീം തോന്നുന്നുണ്ടോ? അല്ല, ഫാസിസത്തിലേക്ക് എത്തപ്പെട്ടു എന്നുള്ള അഭിപ്രായം എനിക്കും എൻ്റെ പാർട്ടിക്കും ഇല്ല. മറിച്ച് ആ പ്രവണതകളാണ്, ആ ട്രെൻഡാണ് അത് കാണിക്കുന്നത്. നമ്മളതിനെ വസ്തുതാപരമായാണ് വിലയിരുത്തേണ്ടത്. ഇതാണ് ഫാസിസം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫാസിസം, ഇതൊക്കെയാണല്ലേ ഫാസിസം എന്ന് തോന്നും. അങ്ങനെയല്ലല്ലോ. ഫാസിസം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വാക്കുകൾക്ക് പെടുത്തൽ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു സിനിമയുണ്ട്. ആ സിനിമ ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന മനോഹരമായൊരു ചലച്ചിത്രാവിഷ്കാരമാണ്. ഞാനത് കണ്ടൊരാളാണ്. കണ്ണു നനയുകയും കരയുകയും ചെയ്ത ഒരാളാണ്. അത് കരയാതെ അവസാനിപ്പിക്കാൻ ഏതെങ്കിലും ഒരു പ്രേക്ഷകർക്ക് കഴിയുമോ? ഹൃദയം പിളർക്കാതെ, അത്രയേറെ ഞാൻ പറഞ്ഞ വാക്കുകൾക്കപ്പുറമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ദൃശ്യാവിഷ്കാരത്തിന് പോലും നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കാൻ ഇന്ന് പോലും സാധിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായും ഇന്ത്യയിൽ കൃത്യമായി RSS, ഞാൻ വളരെ തുറന്നു പറയുന്നു, RSS എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ലക്ഷണമൊത്ത ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ്, ഫാസിസ്റ്റ് പ്രവണതകളുള്ള പ്രത്യയശാസ്ത്രമാണ്. അവരുടെ അവരുടെ അടിത്തറ എന്താണ്? അവരുടെ അടിത്തറ വംശീയതയാണ്, അപരവിദ്വേഷമാണ്. ആ അപരവിദ്വേഷത്തിലൂന്നിയ, വംശീയതയിലൂന്നിയ രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യയിലെ സംഘപരിവാർ കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൊന്ന് സാംസ്കാരിക ദേശീയത എന്നവർ വിളിക്കുന്ന സാംസ്കാരിക മൗലികവാദം, രണ്ടാമതൊന്ന് വംശീയത. ഇത് രണ്ടും വളരെ കൃത്യമായി സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ സംഘപരിവാർ അവരുടെ രാഷ്ട്രീയ അടിത്തറയെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളെ ആ അർത്ഥത്തിൽ തന്നെ എന്തിനാണ് അപരവിദ്വേഷം മുന്നോട്ട് വയ്ക്കുന്നത്? സംഘപരിവാറിൻ്റെ ലിറ്ററേച്ചറിലേക്കും പോകും. ആ ലിറ്ററേച്ചറെല്ലാം തന്നെ അപരവിദ്വേഷത്തെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണ് ഇന്ത്യ? ഞാനതാണ് നേരത്തെ ഗാന്ധിയിലേക്ക് എത്തിയത്. എന്തായിരുന്നു ഗാന്ധി മുന്നോട്ട് വെച്ചത്? ഗാന്ധി ബഹുസ്വരതയുടെ വക്താവായിരുന്നു, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയുടെ വക്താവായിരുന്നു. ഇന്ത്യൻ ബഹുസ്വരതയെ സംഘപരിവാർ വല്ലാതെ ഭയക്കുന്നു. അവരതിനെ ബുൾഡോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. മറിച്ച് അവർ ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്ന ഏകശിലാത്മകമായ ഒരു രാഷ്ട്രസങ്കല്പത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ, ബഹുസ്വരമായ ഇന്ത്യ എന്ന രാജ്യത്തെ കൊണ്ടുവന്നെത്തിക്കുന്നു. അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള മഹാന്മാരായ മനുഷ്യർ നടത്തിയ എല്ലാ ആശയ സമരങ്ങൾക്കും എതിരാണ്. അതുകൊണ്ടാണ് തീർച്ചയായും സംഘപരിവാറിനെ എതിർക്കുന്നതും സംഘപരിവാറിൻ്റെ പ്രവണതകളെ ആപൽക്കരമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ജാഗ്രതപ്പെടുത്തുന്നതും. ഭരണഘടന എന്താണ് ഇതിന് പ്രതിവിധി എന്ന് ചോദിച്ചാൽ ഭരണഘടനാ മൂല്യങ്ങളെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഭരണഘടനാ മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്, അതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഭരണഘടനയെ ഡിഫെൻഡ് ചെയ്താണ് ഇന്നത്തെ ഇന്ത്യയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഭരണഘടനയെ ഡിഫെൻഡ് ചെയ്യുക, ഭരണഘടനയെ സേഫ് ഗാർഡ് ചെയ്യുക. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത. ആ അടിയന്തര രാഷ്ട്രീയ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് പോകുന്നത്.